നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ചില സ്റ്റോക്കുകളിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടിറ്റഗാർ റെയിൽ സിസ്റ്റം ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.7% ഉയർന്ന് 898 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 12,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 43.6, ഡിവിഡൻഡ് ഈൽഡ് 0.05%, 52 വീക്ക് ഹൈ 1248, 52 വീക്ക് ലോ 432. ടിറ്റഗാർ റെയിൽ എന്ന കമ്പനിക്ക് മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ സൈഡിൽ നിന്നും 4,463 BOSM വാഗൺസ് നിർമ്മിക്കുന്നതിനുള്ള ഒരു കോൺട്രാക്റ്റ് ലഭിച്ചിട്ടുണ്ട്. കോൺട്രാക്റ്റ് വാല്യൂ 1,909 കോടിയുടേതാണ്. ടിറ്റഗാർ വാഗൺസ് എന്ന കമ്പനി പാസഞ്ചർ കോച്ചസും വാഗൺസും മാനുഫാക്ചർ ചെയ്യുന്ന പ്രൈവറ്റ് സെക്ടറിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 266% റിട്ടേണും 5 വർഷം കൊണ്ട് 1,166% റിട്ടേണും നൽകി. പല അനലിസ്റ്റുകളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. സെക്ടറിനേക്കാൾ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ് സ്റ്റോക്ക് കാഴ്ചവെച്ചത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് റെയിൽവേ സെക്ടർ 219% റിട്ടേൺ നൽകിയപ്പോൾ ടിറ്റഗാർ റെയിൽ 296% റിട്ടേൺ നൽകി. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ മികച്ചതാണ്, 1% താഴെയാണ്. റീസെൻ്റ്ലി ഡിസംബർ ക്വാർട്ടറിൽ മ്യൂച്വൽ ഫണ്ടുകൾ 1.92% സ്റ്റേക്ക് അക്വയർ ചെയ്ത് ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് 10.3% ഉയർത്തി. പക്ഷേ ഡിസംബർ ക്വാർട്ടറിൽ പ്രൊമോട്ടേഴ്സ് 2.5% സ്റ്റേക്കുകൾ ഓഫ്ലോഡ് ചെയ്തു. പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 42.46%. സെക്ടറിൻ്റെ വാല്യൂഷൻ 32.5. സെക്ടറിൻ്റെ വാല്യൂഷനേക്കാളും അപ്പർ സൈഡിലാണ് സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ 47.38. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 1.5% മുകളിലാണ്. ഇന്ത്യയിലും ഇറ്റലിയിലും പ്രസൻസ് ഉള്ള മൊബിലിറ്റി സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയായ ടിറ്റഗാർ എന്ന കമ്പനി പ്രധാനമായും ഹൈസ്പീഡ് ട്രെയിൻ, അർബൻ മെട്രോസ്, പാസഞ്ചർ കോച്ചസ്, പ്രൊപ്പൽഷൻ എക്യുപ്മെൻറ്റ് തുടങ്ങിയ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നു. സ്റ്റോക്കിന് സിസ്റ്റമാറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് എന്ന ബ്രോക്കേജ് ഏജൻസി ബൈ എന്ന റേറ്റിംഗും 1,258 രൂപയുടെ ടാർഗറ്റ് നൽകി. അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 23% ഹയർ സൈഡിലുള്ള ടാർഗറ്റാണ് സിസ്റ്റമാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് നൽകിയത്. 1,250 എന്ന 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കറക്റ്റായി 898 ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിൽ ഇപ്പോഴും ഡൗൺവേർഡ് ട്രെൻഡ് തന്നെയാണ്. സ്റ്റോക്കിന് 750, 800 തുടങ്ങിയ സോണുകളിൽ സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ സോണുകളിൽ സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ്, തുടർച്ചയായ മൂന്നാമത്തെ മാസവും അതായത് ഫെബ്രുവരി മാസവും ഇന്ത്യയിൽ 40 ലക്ഷത്തിലധികം ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തു എന്നൊരു അപ്ഡേറ്റാണ്. കഴിഞ്ഞ 3 മാസമായി 40 ലക്ഷത്തിലധികം ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഓരോ മാസവും ഓപ്പൺ ആകുന്നത്. 2023 ഡിസംബർ മാസത്തിൽ 40.90 ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകളും ജനുവരി മാസത്തിൽ 46.8 ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകളും ഫെബ്രുവരി മാസത്തിൽ 43.5 ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകളുമാണ് ഓപ്പൺ ആയത്. ഇന്ത്യയിലെ നിലവിലെ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം 14.83 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. PSU സ്റ്റോക്കുകളുടെയും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലെയും ഹയർ വാല്യൂഷനെക്കുറിച്ച് പല പ്രമുഖ റെപ്യൂട്ടഡ് ബ്രോക്കേജും വാർണിംഗ് നൽകിയിട്ടും ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നവരുടെയും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നവരുടെയും എണ്ണത്തിൽ കുറവില്ല. ഗ്ലോബൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു മിക്സഡ് ക്യൂസിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ചും ചൈനയിലെ എക്കണോമിക് ടേൺ ഡൗണും US ഫെഡ് എപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ഇൻഫർമേഷൻ ലഭിക്കാത്ത സാഹചര്യത്തിൽ എന്നിട്ടും ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാകാം കൂടുതൽ ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആകൃഷ്ടരാകുന്നത്. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് എന്ന ബ്രോക്കേജ് ഏജൻസിയും വാർണിംഗ് നൽകിയിട്ടുണ്ട്. പുതിയതായി മാർക്കറ്റിലെത്തുന്ന ഇൻവെസ്റ്റേഴ്സ് കമ്പനികളുമായി ബന്ധപ്പെട്ട റിസ്ക്കോ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസോ വാല്യൂഷൻസോ അതായത് ലോ ക്വാളിറ്റി കമ്പനികളിൽ പലതും ഹയർ അല്ലെങ്കിൽ ഓവർ വാല്യൂഷനിൽ തുടരുന്ന സ്റ്റോക്കുകളിലോ പൊസിഷൻ എടുക്കുന്നത് പൊട്ടൻഷ്യൽ ക്യാപിറ്റൽ ലോസിന് കാരണമായേക്കും. അതോടൊപ്പം തന്നെ ലാർജ് ക്യാപ് സ്റ്റോക്കുകളും ഫിനാൻഷ്യൽ സെക്ടറിലെ സ്റ്റോക്കുകളും റീസണബിൾ വാല്യൂഷനിൽ ലഭ്യവുമാണ്. പുതിയതായി മാർക്കറ്റിൽ എത്തുന്നവർക്ക് ഈ രണ്ട് സെക്ടറിലെ അതായത് ലാർജ് ക്യാപ് സ്റ്റോക്കുകളെയും റീസണബിൾ വാല്യൂഷനിൽ ലഭിക്കുന്ന ഫിനാൻഷ്യൽ സെക്ടറിലെ സ്റ്റോക്കുകളെയും ആശ്രയിക്കാമെന്നാണ് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പറയുന്നത്. ആംഫിയുടെ അതായത് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ടിൻ്റെ കഴിഞ്ഞ മാസത്തെ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാലും ഓരോ മാസം കഴിയുന്തോറും ഇന്ത്യയിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോ ഉയരുകയാണ്. ഇതെല്ലാം കൂടുതൽ ജനങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആകൃഷ്ടരാകുന്നു എന്ന അപ്ഡേറ്റാണ് നൽകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് CDSL, ഏഞ്ചൽ വൺ പോലുള്ള സ്റ്റോക്കുകളെ ശ്രദ്ധിക്കാവുന്നതാണ്. CDSL എന്ന സ്റ്റോക്ക് 1830 ട്രേഡ് ചെയ്യുന്നു. 1750 മുതൽ 1800 സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. സപ്പോർട്ട് സോണിൽ പൊസിഷൻ എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഈ റേഞ്ചുകൾ പരിഗണിക്കാവുന്നതാണ്.
മൂന്നാമത്തെ അപ്ഡേറ്റ് ടാറ്റ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ ടെക്നോളജി 5.6% ഉയർന്ന് 1129 ക്ലോസിംഗ് നൽകി. 45,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ 52 വീക്ക് ഹൈ 1400, 52 വീക്ക് ലോ 1033. ടാറ്റ സൺസിൻ്റെ IPOയുമായി ബന്ധപ്പെട്ട അൺസർട്ടനിറ്റീസ് മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. ടാറ്റ സൺസിൻ്റെ IPO 2025 സെപ്റ്റംബർ മാസത്തോടുകൂടി വരും എന്ന വാർത്ത വന്നതിന് ശേഷം ടാറ്റ സൺസിന് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ള ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ പവർ, ടാറ്റ കെമിക്കൽസ്, ടാറ്റ ടെക്നോളജി തുടങ്ങിയ സ്റ്റോക്കുകളെല്ലാം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. ഏകദേശം $150 ബില്യൺ വാല്യുവേഷനുള്ള ടാറ്റ ഗ്രൂപ്പിലെ വളരെ വലിയൊരു ഹോൾഡിംഗ് കമ്പനിയാണ് ടാറ്റ സൺസ് എന്ന ഹോൾഡിംഗ് കമ്പനി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാൻഡേറ്ററി IPO റൂൾ പ്രകാരമാണ് 2025 സെപ്റ്റംബർ മാസത്തോടുകൂടി ഈ കമ്പനി IPO കൊണ്ടുവരുന്നത്. അതേസമയം ടാറ്റ സൺസ് IPOയുമായി മുന്നോട്ട് പോകുന്നതിൽ അത്ര താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നും കമ്പനി അതിൻ്റെ ഡെപ്റ്റ് റീജിക്ക് ചെയ്ത് IPOയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന അപ്ഡേറ്റ്. RBIയുടെ റൂൾ പ്രകാരം 100 കോടി രൂപയ്ക്ക് മുകളിൽ അസറ്റ് ഉള്ളതും അതുപോലെ തന്നെ പബ്ലിക് ഫണ്ട് റൈസ് ചെയ്യുന്നതുമായ കമ്പനികൾ IPO വഴി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകേണ്ടതുണ്ട്. ഇതുവഴി ടാറ്റ സൺസ് എന്ന കമ്പനിയെ ഒരു അപ്പർ ലെയർ NBFC കമ്പനിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം ടാറ്റ സൺസ് ഈ അപ്പർ ലെയർ ലിസ്റ്റിൽ നിന്നും പുറത്തു കടക്കുന്നതിന് വേണ്ടി കമ്പനി അതിൻ്റെ ബാലൻസ് ഷീറ്റിനെ അറേഞ്ച് ചെയ്യുകയും ഡെപ്റ്റുകളെ റീപേ ചെയ്യാനോ അല്ലെങ്കിൽ ഡെപ്റ്റുകളെ മറ്റൊരു കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്ത് RBIയുടെ അപ്പർ ലിസ്റ്റിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. ടാറ്റ സൺസിൽ ഏറ്റവും അധികം വാല്യുവേഷൻ ടാറ്റ സൺസിൻ്റെ IPO വരികയാണെങ്കിൽ ഏറ്റവും അധികം വാല്യുവേഷൻ അൺലോക്കിംഗ് നടക്കുന്നത് ടാറ്റ കെമിക്കൽസ് വഴിയായിരിക്കും. ടാറ്റ കെമിക്കൽസിൻ്റെ 80% ഓണർഷിപ്പ് ടാറ്റ സൺസിനാണുള്ളത്. ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ പവർ, ടാറ്റ ടെക്നോളജി, ഇന്ത്യൻ ഹോട്ടൽസ് തുടങ്ങിയ കമ്പനികളിൽ 16% ഓണർഷിപ്പാണ് ടാറ്റ സൺസിനുള്ളത്. അതുകൊണ്ട് ടാറ്റ സൺസിൻ്റെ IPOയുമായി ബന്ധപ്പെട്ട വാല്യുവേഷൻ നടപടികൾ, ടാറ്റ സൺസിൻ്റെ IPOയുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് ന്യൂസുകൾ വരുമ്പോൾ അത് ടാറ്റ കെമിക്കൽ, ടാറ്റ ടെക്നോളജി തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇമ്പാക്റ്റ് ചെലുത്തിയേക്കാം. ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1150, 1175 തുടങ്ങിയ ലെവലുകൾ റെസിസ്റ്റൻസും 1080 സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്